ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ജഗദംബികായൈ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നമോസ്തുതേ. 15ാമത്തെ അധ്യായത്തിൽ നമ്മളെന്താ പറയുന്നത്? തുളസി ഉപാഖ്യാനാണ് വർണ്ണിക്കുന്നത്. തുളസിയുടെ കഥ. തുളസിയും ഭഗവാന്റെ പത്നിയാണെന്ന് കേട്ട സമയത്ത് ദേവർഷിക്ക് തുളസിയുടെ പൂർവ്വജന്മവും എപ്രകാരമാണ് വിഷ്ണുവിന്റെ പത്നിയായതുമെന്ന് പറഞ്ഞ വൃത്താന്തങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. അതാണ് ഒരു കഥ കേൾക്കുമ്പോൾ അതിനപ്പുറത്ത് കേൾക്കണം. അതാണ് വിഷ്ണു ഭക്തന്മാരുടെ പ്രത്യേകത. ഈശ്വരപരമായിട്ട് എന്ത് കേട്ടാലും എത്ര കേട്ടാലും നമ്മുടെ പരീക്ഷത്തിന്റെ കഥ തന്നെ എങ്ങനെയാണെന്നല്ലോ, എത്ര കേട്ടാലും അദ്ദേഹത്തിന് മതിയായിട്ടില്ല. അതുകൊണ്ടല്ലേ നമുക്കും കിട്ടിയതൊരു ഭാഗവതം. തുളസിക്കുണ്ടായ ശാപത്തെപ്പറ്റി നാരായണ മഹർഷി പറഞ്ഞു കൊടുക്കുന്നു. എന്താ? ദക്ഷസാവർണിയുടെ പുത്രനായ ധർമ്മസാവർണിയും അദ്ദേഹത്തിന്റെ പുത്രനായി രുദ്രസാവർണിയും അദ്ദേഹത്തിന്റെ പുത്രനായി ദേവസാവർണി, എല്ലാ സാവർണിമാരാന്ന് കേട്ടോ. അദ്ദേഹത്തിന്റെ പുത്രനായ ഇന്ദ്രസാവർണിയും ഉണ്ടായി. അങ്ങോട്ട് സാവർണിയാണ്. ഇവരെല്ലാവരും തന്നെ വിഷ്ണു ഭക്തന്മാരും ജിതേന്ദ്രന്മാരും ധർമ്മൈക നിഷ്ഠരുമായിരുന്നു അത്രേ. വിഷ്ണുഭക്തനായ ഇന്ദ്രസാവർണിക്ക് ശിവഭക്തനായ വൃഷധ്വജൻ എന്ന പേരായ ഒരു പുത്രൻ ജനിച്ചു. അച്ഛന്റെ സ്വഭാവമല്ല, ശിവഭക്തനാണ് അദ്ദേഹം. സ്വന്തം മക്കളെക്കാളും വാത്സല്യം വൃഷധ്വജനോട് ഉണ്ടായിരുന്നത് കൊണ്ട് മഹാദേവൻ എന്ത് ചെയ്തു? 3 യുഗത്തോളം അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ താമസിച്ചു. നാരായണനെയോ മഹാലക്ഷ്മിയോ സരസ്വതി ദേവിയോ അദ്ദേഹം ഉപാസിച്ചിരുന്നില്ല. കന്നിമാസത്തിലെ ലക്ഷ്മി പൂജയും ദേവന്മാർ കൂടി ചെയ്യുന്ന മാഘപഞ്ചമിയിലെ സരസ്വതി പൂജയും അഹങ്കാരിയ വൃഷധ്വജൻ വേണ്ടെന്ന് വെച്ചു. ശിവഭക്തനായിക്കോട്ടെ, പക്ഷെ അഹങ്കാരം എന്തിനായിരുന്നു? വിഷ്ണു പൂജകളും അഗ്നിഹോത്രം തുടങ്ങിയതൊന്നും അനുഷ്ഠിക്കാത്ത അവനിൽ കോപം കൊണ്ട സൂര്യഭഗവാൻ ഒരു ശാപം കൊടുത്തു. ശ്രീയില്ലാത്തവനായി തീരട്ടെ പോരെ. ഇത് കേട്ട് ശിവൻ ശൂലവുമായി സൂര്യന്റെ നേരെ, എന്റെ ഭക്തനോട് കളിക്കാൻ നീ ആരീന്ന് ചോദിച്ചിട്ട് ഇപ്പൊ നിന്നെ തീർത്തിട്ട് കാര്യമെന്ന് പറഞ്ഞ് ശിവഭഗവാൻ സൂര്യന്റെ നേരെ ചെന്നു. അപ്പോൾ സൂര്യൻ പിതാവായ കശ്യപനോടുകൂടി ബ്രഹ്മദേവന്റെ സമീപത്തെത്തി. എന്നെ കൊല്ലാൻ വരുന്നോന്ന് പറഞ്ഞിട്ട് പോയി. അവിടെയും ശിവൻ ശൂലമെടുത്തിട്ട് പോയി. ഉടനെ ബ്രഹ്മദേവൻ അവരെയും കൂട്ടി വൈകുണ്ഠത്തിൽ ഭഗവാനെ സ്തുതിച്ചു. വൃത്താന്തങ്ങളൊക്കെ ഭഗവാനെ അറിയിച്ചു. അപ്പൊ ഭഗവാൻ പറയുകയാണ്, ബ്രഹ്മാവ് എന്തിനാണ് ഭയപ്പെടുന്നത്? ഞാൻ ഇവിടെ ഇല്ലേ? അതാണ് ഭഗവാൻ. ധൈര്യമായിരിക്കട്ടോ. കഷ്ടകാലം വരുമ്പോൾ ആരാണ് എന്നെ സ്മരിക്കുന്നത്? അവരെ രക്ഷിക്കാനാണ് ഞാൻ ചക്രവാണിയായി ഇവിടെ ഇരിക്കുന്നത്. പേടിക്കണ്ട കേട്ടോ. ദേവന്മാരെ, സൃഷ്ടാവായ ബ്രഹ്മദേവനും സംഹർത്താവായ രുദ്രനും ഞാൻ തന്നെയാണ്. നിങ്ങളൊന്നും എന്നിൽ നിന്ന് വിഭിന്നരല്ല. ഞാൻ ഭിന്നരൂപം കൈക്കൊണ്ട് സൃഷ്ടിസ്ഥിതി പരിപാലന നടത്തുന്നു. നിങ്ങൾ വേഗം സ്വസ്ഥാനത്തേക്ക് മടങ്ങിക്കൊള്ളുക. നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. എന്റെ അനുഗ്രഹമുള്ളത് കൊണ്ട് ഇന്നു മുതൽ ശിവനെ ഭയപ്പെടേണ്ട കേട്ടോ. ശിവനാകട്ടെ ഭക്തവത്സലനും സജ്ജനങ്ങൾക്ക് പ്രാപ്യനുമാണ്. സുദർശന ചക്രവും മഹാദേവനുമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. ശങ്കരൻ തന്റെ 5 മുഖങ്ങൾ കൊണ്ട് എന്നെ വാറ്റി സ്തുതിക്കുകയാണ്. ഞാനും അങ്ങനെ തന്നെ എപ്പോഴും ശിവനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പരസ്പരം അങ്ങനെയാണ് മംഗളം നേർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മംഗളത്തിനും ആധാരം ശിവനാണ്. ശിവം എന്ന് വെച്ചാൽ മംഗളമൂർത്തിയാണ് ശിവൻ. അതുകൊണ്ടാണ് ശിവ എന്ന് വിദ്വജനങ്ങൾ വിളിക്കുന്നത്. എന്നെ ആര് എങ്ങനെ ഭജിക്കുന്നുവോ അപ്രകാരം തന്നെ ഞാൻ അവനെയും സേവിക്കും. അപ്പോഴേക്കും ശിവൻ ശൂലവും എടുത്തിട്ട് വന്നല്ലോ. ദേഷ്യം കൊണ്ട് വരച്ചിട്ട് വന്നു. കണ്ണങ്ങനെ നല്ല നല്ല രോഷ കഷായിതാക്ഷനായിട്ടാണ് വരുന്നത്. വൃഷാരൂഢനായി എവിടേക്ക് വന്ന ഉടനെ വൈകുണ്ഠനാഥന്റെ കാൽക്കൽ നമസ്കരിച്ചു. രത്നസിംഹാസനത്തിൽ രത്നാഭരണങ്ങൾ ചാർത്തി മകരകുണ്ടലം ധരിച്ച് 4 കൈകളുമായി കൊണ്ടൽനേർ വർണ്ണനതാ ലക്ഷ്മി നൽകിയ താമ്പൂരവും വായിലിട്ട് പുഞ്ചിരി തോവി വിരാജിക്കുകയായിരുന്നു. ആ ചതുർഭുജനെ ശിവൻ വീണ്ടും നമസ്കരിച്ചു. വിധിയും ശംഭുവിനെ നമിച്ചു. ആദിത്യ ഭഗവാനും തിങ്കൾ മൗലിയെ നമസ്കരിച്ചു.
ഇതുകൊണ്ട് കശ്യപനും ഭക്തിയോടെ എല്ലാവരെയും വാഴ്ത്തി സ്തുതിച്ചു. ശങ്കരൻ എന്ത് ചെയ്തു? വിഷ്ണുവിനെയും വാഴ്ത്തിക്കൊണ്ട് അടുത്ത് തന്നെ ഇരുന്നു. ഞാനിനി പോകുന്നില്ല, ഇവിടെ ഇരിക്കുന്നു വിചാരിച്ചിട്ട്. സുഖാസനത്തിലിരിക്കുന്ന മഹാദേവനെ വിഷ്ണു പാർഷദന്മാർ വെഞ്ചാമരം കൊണ്ട് വീശി. വിഷ്ണു ശിവനോട് മധുരസ്വരത്തിൽ ചോദിച്ചു, എന്തിനാണ് ഇങ്ങോട്ട് പോകുന്നത് ഇപ്പോ? അത് കേൾക്കട്ടെ, ഞാൻ ഇത്രത്തോളം കോപം വരാൻ എന്താണ് കാരണം? മഹാദേവൻ പറഞ്ഞു, എന്റെ പ്രിയ ഭക്തനായ വൃഷധ്വജനെ ഈ സൂര്യൻ ശപിച്ചത് കൊണ്ടാണ് ഞാൻ കോപിഷ്ഠനായത് പ്രഭു. എന്റെ ഭക്തവാത്സല്യം കൊണ്ടാണ് ഞാൻ സൂര്യനെ കൊല്ലാൻ ഒരുങ്ങിയത്. അവൻ ബ്രഹ്മാവിനെയും ബ്രഹ്മാവ് അങ്ങയെയും ശരണം പ്രാപിച്ചല്ലോ. മരണം കൊണ്ടുപോലും അങ്ങയെ ആശ്രയിക്കുന്നവരെ രക്ഷിക്കുന്നവനാണ് അങ്ങ്. പിന്നെ നേരിട്ട് ശരണാഗതി അടഞ്ഞ പറയാനുണ്ടോ? അങ്ങ് കൈവിടുകയില്ലല്ലോ. ഹരിസ്മരണ തന്നെ എല്ലാ ഭയങ്ങളെയും ഇല്ലാതെയാക്കും. ആര് പറയണു? ശിവഭഗവാൻ പറയണു, പ്രഭു, സൂര്യന്റെ ശാപം കാരണം എന്റെ പ്രിയ ഭക്തൻ ശ്രീ ക്ഷയിച്ചിരിക്കുകയാണ്. അവന്റെ ഭാവി എന്തായിരിക്കും? ശ്രീ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഐശ്വര്യം ഉണ്ടാവുക? ഭഗവാൻ പറഞ്ഞു, ഈ കുറച്ചു സമയം കൊണ്ട് ബ്രഹ്മാണ്ടത്തിൽ 21 യുഗങ്ങൾ കഴിഞ്ഞു. അതറിയില്ലേ? എന്നാൽ വൈകുണ്ഠത്തിൽ അരനാഴികയെ ആയിട്ടുള്ളൂ താനും. അതുകൊണ്ട് അങ്ങ് സ്വസ്ഥാനത്തേക്ക് തിരിച്ചു പോയിക്കൊള്ളുക. അങ്ങയുടെ ഭക്തനായ വൃഷധ്വജനും അവന്റെ പുത്രനായ രഥധ്വജനും ശ്രീയില്ലാതെ കാലഗതി പ്രാപിച്ചു കഴിഞ്ഞു. ഇനിയില്ല, അവരില്ല കേട്ടോ. ഇനി അത് ആലോചിച്ചിട്ട് ദുഃഖിക്കേണ്ട. അദ്ദേഹത്തിന്റെ പുത്രന്മാരായ ധർമ്മധ്വജനും കുശധ്വജനും ജീവിച്ചിരിപ്പുണ്ട്. അവരും ദുരിതാപത്ത ശ്രീയത്തവരാണ്. രാജ്യവും ഐശ്വര്യവും നശിച്ചവർ ഇപ്പോൾ ലക്ഷ്മി ഉപാസനയിൽ മുഴുകിയിരിക്കുകയാണ്. അവരിൽ ഒരാളുടെ പുത്രിയായി രമ കലാംശമായി അവതരിക്കും. അവർ വീണ്ടും ശ്രീ നേടി സമ്പന്നരായും ശ്രേഷ്ഠരായും ഭവിക്കും. നിങ്ങൾ എല്ലാവരും സമാധാനമായി തിരിച്ചുപോയാലും ആരും പേടിക്കണ്ട. പ്രകാരം പറഞ്ഞ് രമാകാന്തൻ രമയോടൊത്ത് അന്തപുരത്തിലേക്ക് പോയി. ദേവന്മാരും അവിടെ നിന്ന് സന്തോഷത്തോടെ യാത്രയായി. പരിപൂർണതമനായ മഹാദേവനും തപസ്സിനായി അവിടെ നിന്നും നിർഗമിച്ചു. ഭഗവാന്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് മഹാദേവന്റെ ചുവന്ന് കലങ്ങിയ കണ്ണൊക്കെ പോയി നല്ല ശാന്ത സ്വഭാവം. അതാണ് ഭഗവാൻ മനസ്സിലൊന്ന് ധ്യാനിച്ചാൽ തന്നെ നമുക്ക് ദേഷ്യമൊന്ന് വറുക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ അപ്പം മനസ്സിലൊന്ന് ധ്യാനിക്കാൻ പറ്റിയാൽ മഹാഭാഗ്യായി. ആ ദേഷ്യമൊക്കെ പോകും എന്ന് പറയുന്നു. ഇനി കുശധ്വജന്റെ പുത്രിയായതാണല്ലോ ആര്? വേദവതി ഉണ്ടായത്. അതായിരിക്കും പറയുന്നത്. നമുക്ക് നോക്കാം. കുശധ്വജന്റെ പൗത്രന്മാരെ ധർമ്മധ്വജനും കുശധ്വജനും മഹാലക്ഷ്മിയെ പൂജിച്ച് പ്രസാദിപ്പിച്ചു എന്നും അവർക്ക് വേണ്ട വരം വാങ്ങി ശ്രീ നഷ്ടപ്പെട്ടവർ ലക്ഷ്മിയുടെ വരപ്രസാദം കൊണ്ട് രാജ്യാധികാരത്തെ, സൽപുത്രരെ, ഐശ്വര്യത്തെ സമ്പാദിച്ചു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. കുശധ്വജന്റെ പത്നിയായ മാലാവതി ലക്ഷ്മിയുടെ കലാംശമായ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, വേദവതി. ആ കുട്ടി പ്രസവിച്ച ഉടനെ വേദധ്വനി മുഴക്കിക്കൊണ്ട് സൂതിഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. ആഹാ, എന്താ നോക്കിയേ, പശുക്കുട്ടികളെല്ലാം മാതിരി എഴുന്നേറ്റിങ് വന്നു. വേദജ്ഞർ അവൾക്ക് വേദവതി എന്ന് നാമകരണവും ചെയ്തു. നാരായണ ഭക്തയെ അവൾ നേരെ തപസ്സിന് പോവുകയാണ് ഉണ്ടായത്. അതാ ജനിച്ച ഉടനെ പുറത്തേക്കും വന്നു. നമ്മളെ കുട്ടികളെ മാതിരി കുറെ നാളിങ്ങനെ പരിചരണം ഒന്നും വേണ്ടി വന്നിട്ടില്ല. വേഗം പുറത്തേക്ക് വന്നു, തപസ്സിനും പോയി. വേദവതി പുഷ്കരത്തിലെത്തൊരു മന്വന്തരം ഘോര തപസ്സനുഷ്ഠിച്ചു. എന്തിനാ ഇത്ര വലിയ തപസ്? മഹാവിഷ്ണു ഭർത്താവായിട്ട് വരാൻ വേണ്ടി. തപസ് കൊണ്ട് ആ പെൺകിടാവ് കൂടുതൽ സുന്ദരിയാവുകയാണ് ഉണ്ടായത്. എല്ലാവരും തപസ് കൊണ്ട് ശോഷിച്ചു പോവുകയല്ല, ഇതങ്ങനെ നേരെ തിരിച്ചാണ്. അതിസുന്ദരിയായി കൊണ്ടുവന്നു. അവൾ തപസ് ചെയ്തിരിക്കുമ്പോൾ ഒരു അശരീരി കേട്ടു. ശ്രേഷ്ഠനായ ഹരി നിനക്ക് ഭർത്താവായി തീരോട്ടോ. അങ്ങനെ ഒരു അശരീരി ഉണ്ട്. അത് കേട്ടവൾ വളരെ വളരെ സന്തോഷമായി. ഗന്ധമാദന പർവ്വതത്തിൽ പോയി വീണ്ടും തപസ് ചെയ്തു. ദീർഘകാലം തപസ്സിൽ മുഴുകിയിരിക്കെ ഒരു ദിവസം രാവണൻ തന്റെ മുമ്പിൽ നിൽക്കുന്നതായി അവള് കണ്ടു. അയ്യോ, അടുത്തേക്ക് എഴുന്നള്ളി ദുഷ്ടൻ. വന്നതാരെന്ന് മനസ്സിലാവാതെ അവൾ അർഘ്യം നൽകി കായ്ക്കനികൾ കൊടുത്ത് അതിഥി സൽക്കാരം ചെയ്തു. സൽക്കാരമൊക്കെ സ്വീകരിച്ചു. ഇതൊന്നല്ല സീതക്കം പറ്റിയത്. അതിനുശേഷം അയാൾ അവളോട് ചോദിച്ചു, നീ ആരാണ്? എന്താ അവിടെ ഇങ്ങനെ ഒറ്റക്ക് താമസിക്കുന്നത്? എന്തൊരു സൗന്ദര്യാന്ന് എനിക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സോപ്പിടാൻ തുടങ്ങി. അവളുടെ നിറഞ്ഞ യൗവനവും അംഗസൗഷ്ഠവവും കൊണ്ട് രാവണൻ
കാമാർത്തനായി. രാവണൻ എപ്പോഴും കാമാർത്തൻ തന്നെ, പ്രത്യേകിച്ച് ആവാനൊന്നുമില്ല. അവൾ അടുത്തേക്ക് അണച്ചു പിടിക്കാൻ തുടങ്ങി. ചേർത്ത് നിർത്താൻ ഭാവിച്ചു. അവൾ തന്റെ തപോബലം കൊണ്ട് രാവണന്റെ കൈകൾ സ്തംഭിപ്പിച്ചു. അനങ്ങാൻ പറ്റണ്ടായി രാവണൻ. ഒന്ന് മിണ്ടാൻ പോലാവാതെ രാവണൻ സ്തംഭം പോലെ നിന്നു. അവൾ മനസ്സുകൊണ്ട് പരാശക്തിയെ സ്മരിച്ചു. എന്നിട്ട് പറഞ്ഞു, കാമത്തോടുകൂടി നീ എന്നെ സ്പർശിച്ചില്ലേ, അത് കാരണം നീയും നിന്റെ ബന്ധുജനങ്ങളും ഞാൻ നിമിത്തം തന്നെ നശിച്ചു പോകൂട്ടോ. പോകട്ടെ അങ്ങനെ എന്ന് ശപിച്ചു. ഇത്രയും പറഞ്ഞ് വേദവതി തന്റെ ദേഹം ഉപേക്ഷിക്കുകയും ചെയ്തു. ഒരു കുട്ടി ഉണ്ടായിട്ട് യാതൊരു കാര്യം അച്ഛനമ്മക്ക് ഉണ്ടായില്ല എന്ന് പറയാം. രാവണൻ ഇത് കണ്ട് ആശ്ചര്യപ്പെട്ടു. ഓരോന്ന് ആലോചിച്ച് ഇന്നത്തെ കുറെ കവികള് രാവണപുത്രി എന്നെല്ലാം പറഞ്ഞ് സീതയ്ക്ക് രാവണപുത്രിത്വം എല്ലാം കൊടുത്തിട്ട് കവിത എഴുതിയിട്ടുണ്ടല്ലോ. മഹാവിഡിത്തം എന്ന് പറഞ്ഞാൽ അതിനപ്പുറന്നൊരു വിഡിത്തം ഉണ്ടാവാനില്ല. അപ്പൊ എന്തൊക്കെ പറഞ്ഞിട്ട് ഇവളെ അനുസരിക്കാതുള്ള തലമുടി പിടിച്ചു എന്നാണ് നമ്മുടെ ഭാഗവതത്തിലും രാമായണത്തിലൊക്കെ ഉള്ളത്. തലമുടി പിടിച്ചു. അപ്പോഴാണ് ഇങ്ങനെ ശപിച്ചത്. തലമുടി പിടിച്ചാലും കുട്ടികളുണ്ടാവോ? എനിക്കതൊന്നും അറിയില്ല. അപ്പൊ ഓരോന്നാലോചിച്ച് വിഷാദിച്ചുകൊണ്ടും വേദവതിയുടെ ജഡത്തെ ഗംഗയാറിൽ ഉപേക്ഷിച്ച് സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങി. പിന്നീട് ആ വേദവതിയാണ് ജനകന്റെ പുത്രിയായി സീതയായി ജനിച്ച് രാവണന്റെയും രാക്ഷസ നാശത്തിനും കാരണമായത്. പറഞ്ഞല്ലോ, ഞാൻ നിമിത്തം തന്നെ നിന്റെ വംശം നശിക്കുന്നു. പൂർവ്വജന്മത്തിൽ ചെയ്ത തപസ്സിന്റെ സുഹൃതമായി അവൾക്ക് ഭഗവാന്റെ തന്നെ അവതാരമായ ശ്രീരാമചന്ദ്രനെ ഭർത്താവായി ലഭിക്കുകയും ചെയ്തില്ലേ. കുറെ കാലം അവരെല്ലാ സുഖഭോഗങ്ങളോടും കൂടി അയോധ്യയിൽ അങ്ങനെ താമസിച്ചു. പിന്നീട് പിതാവിന്റെ സത്യം പരിപാലിക്കാനായി പോയല്ലോ. ശ്രീരാമൻ സീതാ ലക്ഷ്മണന്മാരുമൊത്ത് വനത്തിലേക്ക് പോയി. അവർ ദക്ഷിണ സമുദ്രതീരത്ത് വസിക്കുമ്പോൾ വന്യദേവൻ ബ്രാഹ്മണ രൂപത്തിൽ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, രാമ, സീതാപഹരണത്തിനുള്ള സമയമായിട്ടോ. ദേവനിശ്ചയത്തിന്റെ മീതിയെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഈ സീത എന്റെ അടുത്ത് നിൽക്കട്ടെ. അത് പറഞ്ഞത് അഗ്നിഭഗവാൻ. ഛായാസീത നിന്റെ അടുത്തും. അഗ്നിപരീക്ഷ സമയത്ത് ഞാൻ തിരിച്ചു തരാട്ടോ. ഞാൻ വിപ്രനല്ല, ദേവന്മാരുടെ അപേക്ഷപ്രകാരം വന്ന വന്യദേവനാണ് എന്ന് പറഞ്ഞു ശ്രീരാമചന്ദ്രനോട്. ശ്രീരാമചന്ദ്രനെ അറിയാത്തതല്ല കാര്യങ്ങൾ. പക്ഷേ മനുഷ്യ ജന്മം എടുത്തിട്ടല്ലേ ഉള്ളത്. അതുകൊണ്ട് ആ മനുഷ്യന്മാരുടെ പോലെ ഭാവം അഭിനയിക്കുന്നെന്ന് മാത്രം. ഇക്കാര്യം രാമൻ ലക്ഷ്മണനോട് പോലും പറഞ്ഞില്ല. പറഞ്ഞൊന്നും നടക്കൂല. ലക്ഷ്മണന്റെ ചെവിയിൽ എന്തെങ്കിലും എത്തിയെങ്കിലും ഒന്നും നടക്കൂല. സീതയുടെ എല്ലാ ഗുണങ്ങളുമുള്ള മായാസീതയെ രാമൻ സ്വീകരിച്ചു. അഗ്നിദേവൻ പറഞ്ഞു, ഇത് വളരെ ഗോപ്യമായി വെക്കണം കേട്ടോ. ഇത്രയും പറഞ്ഞ് അഗ്നിദേവൻ സീതയോടുകൂടി പോവുകയും ശ്രീരാമൻ മായാസീതയോടൊത്ത് വസിക്കുകയും ചെയ്തു. ലക്ഷ്മണൻ പോലും ഇതറിഞ്ഞില്ല. മറ്റുള്ളവർ പിന്നെ എങ്ങനെ അറിയാൻ? ആരും അറിഞ്ഞില്ല എന്നർത്ഥം. ഈ സമയത്ത് മാരീചൻ പൊന്മാനായി വന്ന് സീതയെ മോഹിപ്പിക്കുകയും, മാരീചൻ ഇപ്പൊ പരമഭക്തനായി ശ്രീരാമന്റെ. അപ്പൊ ഈ ദുഷ്ടനെ പേടിച്ചിട്ട് നല്ല ദുഷ്ടായ സമയത്ത് നിര്യാണം വന്ന, അങ്ങനെയാണെങ്കിൽ ഞാൻ ശ്രീരാമചന്ദ്രന്റെ അമ്പ് കൊണ്ട് തന്നെ മരിച്ചോളാം, എന്നാ എനിക്ക് മോക്ഷം കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് മാരീചൻ വന്നത്. സീതയുടെ ആഗ്രഹപ്രകാരം മാനിനെ പിടിക്കാനായി രാമൻ പുറപ്പെടുകയും ചെയ്തു. സീതയെ ലക്ഷ്മണനെ ഏൽപ്പിച്ചിട്ടാണ് രാമൻ പോയത് കേട്ടോ. രാമന്റെ ബാണമേറ്റ മായാമൃഗം ലക്ഷ്മണ എന്നും പറഞ്ഞ് കരയാൻ തുടങ്ങി. അങ്ങനെ ദിവ്യരൂപം കൈക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു മാരീചൻ. വൈകുണ്ഠത്തിൽ ദ്വാരപാലകന്മാരുടെ ഭൃത്യനായി മാരീചൻ കഴിഞ്ഞുകൂടി. മായാമൃഗം ലക്ഷ്മണ എന്ന് പറഞ്ഞ് കരഞ്ഞത് കേട്ട സീത ലക്ഷ്മണനെ രാമനെ അന്വേഷിക്കാൻ നിർബന്ധിച്ച് പറഞ്ഞയച്ചു. ലക്ഷ്മണൻ പോകുന്നില്ല. ലക്ഷ്മണനെ അറിയാം ഇതെല്ലാം രാക്ഷസന്മാരുടെ മായയാണ്. വേണ്ട അടുത്തമ്മേ, വേണ്ട, എന്റെ ഏട്ടന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു നോക്കി, കേട്ടില്ല. പിന്നെ അവസാനം സീത ഒരു വല്ല ദുർവാക്ക് പറഞ്ഞത് കൊണ്ട് ലക്ഷ്മണന് നിവർത്തിയില്ലാണ്ടായിപ്പോയി. അങ്ങനെ പോയി. രാമനെ തിരിഞ്ഞു ഈ അവസരം നോക്കി രാവണൻ സീതയെ അനായാസമായി തട്ടിക്കൊണ്ടുപോയി ലങ്കയിലെത്തിച്ചു. തന്നെ തിരഞ്ഞു വന്ന ലക്ഷ്മണനെ കണ്ട് രാമൻ വേഗം ആശ്രമത്തിൽ ലക്ഷ്മണനോട് ഓടി തിരിച്ചെത്തി. രാമന് മനസ്സിലായി സീതനെ കൊണ്ടുവരുണ്ടായത്. ഇനിയിപ്പൊ ലക്ഷ്മണനോട് ഇക്കാര്യം പറഞ്ഞുകൂടാന്ന്. ആശ്രമത്തിൽ നിന്ന് സീതയെ കാണാതെ രാമൻ വല്ലാത്ത സങ്കടത്തിലായി. രാമനും ലക്ഷ്മണനും കൂടി എല്ലാ സ്ഥലത്തും തിരഞ്ഞടന്നു. സീതയെ കണ്ടുകിട്ടാതെ രാമൻ മൂർച്ഛിച്ച് നിലത്ത് കൊണ്ട് എന്തൊരഭിനയാന്ന് സമ്മതിക്കണം.
മോഹാലസ്യത്തിൽ നിന്ന് ഉണർന്ന രാമൻ ലക്ഷ്മണനോടുകൂടി വീണ്ടും സീതയെ തിരഞ്ഞു നടന്നു. എല്ലാ മരങ്ങളോടും വള്ളികളോടും ഒക്കെ ചോദിച്ചു, വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു? വനജ്യേഷ്ഠനയായ ജനകപുത്രി തന്നെ പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു? പക്ഷിമളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം. ഇങ്ങനെ ചോദിച്ചോണ്ടാണ് രാമൻ കരഞ്ഞോണ്ടും ചോദിച്ചോണ്ടും, ശരിക്കും മനുഷ്യനാട്യം തന്നെ. അങ്ങനെ സീതേനെ കാണുന്നില്ല. അവനെ വീഴലും എണീക്കലും കരയലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി. അങ്ങനെ ഗോദാവരി തീരത്ത് വെച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ രാമൻ വാനരന്മാരുടെ സഹായത്തോടെ സേതുബന്ധനം ചെയ്ത് ലങ്കയിലെത്തി. ദശകന്ധരനെ വധിച്ച് സീതയെ വീണ്ടെടുത്തു. വന്യദേവൻ ആജ്ഞപ്രകാരം അഗ്നിപരീക്ഷ ചെയ്തു സാക്ഷാൽ ജാനകി ദേവിയെ രാമന് തിരിച്ചു നൽകുകയും ചെയ്തു. അപ്പോൾ മായാസീത ചോദിച്ചു, പ്രഭു ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ രാമനും അഗ്നിദേവനും പറഞ്ഞ് പുഷ്കരത്തിൽ പോയി തപസ് ചെയ്യുക, ആ തപസ്സിന്റെ ശക്തിയിൽ നീ സ്വർഗലക്ഷ്മിയായി തീരുമെന്ന്. ഉടൻ തന്നെ മായാസീത പുഷ്കരത്തിലേക്ക് പോയി അനവധി കാലം തപസ് ചെയ്ത് സ്വർഗലക്ഷ്മിയായി മായാസീത. പിന്നീട് അവൾ യജ്ഞകുണ്ടത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട് ദ്രൗപദിയായി. അങ്ങനെ വരട്ടെ കഥകള്. പിന്നീട് പാണ്ഡവരുടെ പത്നിയുമായി. കൃതയുഗത്തിൽ അവൾ വേദവതിയായി, ത്രേതായുഗത്തിൽ സീതയായി, ദ്വാപരയുഗത്തിൽ ദ്രൗപദിയായും ഭവിച്ചു. ഇപ്രകാരം 3 യുഗങ്ങളിൽ ജീവിച്ചതുകൊണ്ട് അവൾക്ക് ത്രിഹായിനി എന്ന പേരും സിദ്ധിച്ചു. നമുക്കൊന്നും അറിയില്ലല്ലോ ആ കഥ. ഇതാണ് ഓരോരു പുരാണം പഠിച്ചാൽ ഓരോരു കഥകൾ നമുക്ക് അറിയാത്ത കഥകൾ അറിയാൻ പറ്റും. അപ്പൊ ശ്രീനാരായണ മഹർഷി ചോദിക്കുകയാണ്, മഹർഷി ദ്രൗപദിക്ക് 5 ഭർത്താക്കന്മാരുണ്ടാവാൻ എന്താണ് കാരണം? അപ്പൊ ശ്രീനാരായണ മഹർഷി പറയാറുണ്ട്, സാക്ഷാൽ സീതയെ രാമൻ പരിഗ്രഹിച്ചപ്പോൾ മായാസീത ചിന്താധീനയായില്ലേ. രാമന്റെയും അഗ്നിദേവന്റെയും നിർദ്ദേശപ്രകാരം അവൾ ശിവനെ തപസ് ചെയ്തു. ശിവനോട് ഭർത്താവിനെ എനിക്ക് നൽകിയാലും എന്ന് 5 പ്രാവശ്യം പറഞ്ഞുത്രേ. ഇത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് മഹാരസികനായ ശിവനും പറഞ്ഞുത്രേ, ശുഭേ നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടാവൂട്ടോന്ന്. അങ്ങനെയാണ് ദ്രൗപദിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായത്. അത് കുറേ പറയുന്നുണ്ട് രാമായണത്തിലെ പഞ്ചഭർത്താക്കൻ അല്ല, മഹാഭാരതത്തില് പഞ്ചഭർത്താക്കൾ ഒരു നാരിക്കുണ്ടാമോ നാദാ പഞ്ചബാണാരി എന്നൊക്കെ എല്ലാ ഇതായിരുന്നു ഒന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശ്രീരാമചന്ദ്ര പ്രഭു മൈഥിലീവിന്റെ അടുത്ത് ലങ്കാരാജ്യം വിഭീഷണന് നൽകി. സാകേതത്തിലേക്ക് വന്നു. 11,000 വർഷം അയോധ്യ രാജ്യം ഭരിച്ചു. 1ഉം 2ഉം വർഷമല്ല. അയോധ്യാവാസികളെല്ലാം കൂട്ടി വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ലക്ഷ്മിയുടെ അംശമായ വേദവതി രമയിൽ ലയിച്ചു. അവരുടെ ജിഹ്വയിൽ 4 വേദങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ് വേദവതി എന്ന പേര് അവൾക്ക് വന്നത്. പാപഹരമായ ഈ പുണ്യാഖ്യാനം ഞാൻ പറഞ്ഞു തന്നില്ലേ. ഇനി ധർമ്മധ്വജന്റെ മകളുടെ കഥ പറഞ്ഞു തരാം കേട്ടോ. അത് നാളെ പറഞ്ഞു തരാം എന്നാണ് ശ്രീനാരായണ മഹർഷി പറഞ്ഞത്. ശ്രീനാരായണ മഹർഷിയോട് അത് നമുക്ക് നാളെ കേൾക്കാം അല്ലേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം തസ്മൈ നാരായണായേതി സമർപ്പയാമി.